കർണാടക കോൺഗ്രസിനുള്ളിലെ ഭിന്നത രൂക്ഷമാവുന്നു. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ സിദ്ധരാമയ്യയും നിയുക്ത മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നിർണായക ചർച്ചകൾ നടത്തി. ചർച്ചയിലും ഇരു നേതാക്കളെയും അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞില്ല. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഈ സിദ്ധരാമയ്യ രാജിവെച്ചതോടെ കർണാടകയിലെ കസേരപ്പോര് ഏതാണ്ട് അവസാനിച്ചുവെന്നാണ് പലരും കരുതിയത്. എന്നാൽ ആ മുഖ്യമന്ത്രി കസേരപ്പോര് ഏകദേശം ഒരു ഘട്ടം മാത്രമേ ഇതുവരെ അവസാനിച്ചിട്ടുള്ളൂ. അടുത്ത ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് വേണം കരുതാൻ. അതായത് ഇനി തൻ്റെ അനുയായികളെ അല്ലെങ്കിൽ തന്നെ അനുകൂലിക്കുന്നവരുടെ പ്രാതിനിധ്യമാകണം കൂടുതൽ ഉണ്ടാകേണ്ടത് മന്ത്രിസഭയിൽ എന്നാണ് സിദ്ധരാമയ്യ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി 2 ഉപമുഖ്യമന്ത്രി സ്ഥാനവും അതുപോലെ തന്നെ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളുടെ പ്രാതിനിധ്യവും വേണമെന്ന് സിദ്ധരാമയ്യ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഡി.കെ. ശിവകുമാർ ഇതിനൊന്നും വഴങ്ങുന്ന സാഹചര്യമില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു പോര് ഇനിയും നീളുമെന്ന് വേണ്ടേ നമ്മൾ കണക്കിലെടുക്കാൻ? അതിന് കർണാടകയിലെ പോരുകൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് ഏതാണ്ട് പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. അതും ഏതാണ്ട് 6 മാസം നീണ്ട വലിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് AICC നേതൃത്വം എത്തിയത്. എന്നാൽ ആ തീരുമാനം വന്നതിന് പിന്നാലെ തന്നെ അടുത്ത ചില നിബന്ധനകളുമായിട്ട് സിദ്ധരാമയ്യ രംഗത്ത് വരികയായിരുന്നു. അത് 2 ഉപമുഖ്യമന്ത്രിമാരെ സംബന്ധിച്ചാണ്. 2 ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ അനുകൂലിക്കുന്നവർക്ക് നൽകണമെന്നുള്ളതാണ് പ്രധാനമായും സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ തൻ്റെ മകന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്നുള്ള ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. മന്ത്രിസഭയിൽ പൂർണ്ണമായും അഴിച്ചുപണി നടത്തണം, തന്നെ അനുകൂലിക്കുന്നവരെ കൂടുതലായും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് സിദ്ധരാമയ്യ ആവശ്യപ്പെടുന്നത്. ഏതായാലും സിദ്ധരാമയ്യയും അതേപോലെ തന്നെ ഡി.കെ. ശിവകുമാറിനെയും AICC നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. രാഹുലും പ്രിയങ്കയുമായി ഇരു നേതാക്കളും ചർച്ച നടത്തിയിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെയുമായിട്ടും ഇരു നേതാക്കളും ചർച്ച നടത്തിയിരുന്നു. ആദ്യം ഇരു നേതാക്കളെയും ഒന്നിച്ചിരുത്തിയുള്ള ചർച്ചയായിരുന്നു. എന്നാൽ ഒരു തരത്തിലുള്ള അനുനയത്തിനും മല്ലികാർജ്ജുന ഖാർഗെയുടെ പല ശ്രമങ്ങൾക്കും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു സിദ്ധരാമയ്യയുടെ നിലപാട്. ഡി.കെ. ശിവകുമാറും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ്. 6 മാസം തൻ്റെ വെറുതെ നഷ്ടപ്പെടുത്തി എന്നുള്ള നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അതായത് 2.5 വർഷക്കാലം സിദ്ധരാമയ്യ ഭരിക്കും, പിന്നീടുള്ള 2.5 വർഷക്കാലം ഡി.കെ. ശിവകുമാർ ഭരിക്കുമെന്നുള്ളൊരു ധാരണയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ AICC നേതൃത്വത്തിൻ്റെ മേൽനോട്ടത്തിൽ നടത്തിയത്. എന്നാൽ കഴിഞ്ഞ നവംബറിൽ ആ 2.5 വർഷക്കാലം സിദ്ധരാമയ്യയുടെ 2.5 വർഷക്കാലം അവസാനിച്ചു. ഏതാണ്ട് 6 മാസം കൂടി പിന്നിട്ടിരിക്കുന്നു. ഈ 6 മാസക്കാലം തന്നെ നഷ്ടപ്പെടുത്തിയത് സിദ്ധരാമയ്യയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഡി.കെ. ശിവകുമാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചകൾക്കൊന്നും താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കുന്നത്. തൻ്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിൽ തന്നെ അനുകൂലിക്കുന്നവർക്കും തൻ്റെ ഇഷ്ടക്കാർക്കും പ്രാധാന്യം നൽകുമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡി.കെ. ശിവകുമാർ. AICC നേതൃത്വം ഇന്നും അനുനയ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ആ ചർച്ചയൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇരു നേതാക്കളും ഡൽഹിയിൽ നിന്ന് മടങ്ങുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 5-ാം തീയതിയോടുകൂടി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഇതിനു മുന്നോടിയായി നാളെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് ഡി.കെ. ശിവകുമാറിനെ നേതാവായി തിരഞ്ഞെടുക്കും. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്ക് കടക്കുക. ഈ ഡി.കെ. ശിവകുമാറിൻ്റെ ജ്യോത്സ്യൻ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം കുറിച്ച് നൽകിയിരിക്കുന്ന ദിവസം എന്നുള്ളത് 5-ാം തീയതിയാണ് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. അങ്ങനെ 5-ാം തീയതി സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കും എന്നുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം മന്ത്രിമാരുടെ അഴിച്ചുപണി അല്ലെങ്കിൽ മന്ത്രിമാരെ പുനഃസംഘടിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ധാരണയിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായും ഡൽഹിയിലും അതേപോലെ തന്നെ ബംഗളൂരും കേന്ദ്രീകരിച്ച് നടക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഉപമുഖ്യമന്ത്രി സ്ഥാനമടക്കം ജി പരമേശ്വരയ്ക്കടക്കം ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും സിദ്ധരാമയ്യ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അത്തരമൊരു നിലപാടിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡി.കെ. ശിവകുമാർ. ഏതായാലും പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കർണാടകയിലെ പോരിന് അവസാനമായിട്ടില്ല. ഈ താൽക്കാലികമായൊരു വെടിനിർത്തൽ മാത്രമാണ് ഈ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഉപമുഖ്യമന്ത്രി അതേപോലെ തന്നെ മന്ത്രിമാരെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും കർണാടകയിൽ തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആതിര, ശരി. നന്ദൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ജ്യോത്സ്യൻ ഒരു 5-ാം തീയതി എന്ന് പറയുന്ന ഒരു ഡേറ്റ് കുറിച്ച് നൽകിയെങ്കിലും ഈ ദിവസം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അതായത് 2.5 വർഷം ഇതിനോടകം തന്നെ ഡി.കെ. ശിവകുമാർ കാത്തിരുന്നു. അതിനുശേഷം 6 മാസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ സിദ്ധരാമയ്യ ഇത്തരത്തിലൊരു കടുംപിടുത്തം തുടരുന്ന സാഹചര്യത്തിൽ 5-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ നടക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ നന്ദൻ?
അതിന് സാധ്യതകൾ മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള പ്രതികരണം മാധ്യമങ്ങൾ തേടിയപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് അതുതന്നെയാണ്. നാളെ വൈകുന്നേരം 4 മണിക്ക് ബംഗളൂരുവിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. അതിനുശേഷം തന്നെ നേതാവായി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് DK ശിവകുമാർ വ്യക്തമാക്കിയത്. അതേസമയം മന്ത്രിമാരെ സംബന്ധിച്ചും ഉപമുഖ്യമന്ത്രിമാരെ സംബന്ധിച്ചും സമവായത്തിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതായാലും AICC നേതൃത്വം തന്നെ നേരിട്ടിടപെട്ടുകൊണ്ടാണ് സമവായത്തിന് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനായിട്ടാണ് ഇരു നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിച്ചത്. എന്നാൽ ഈ ഡൽഹി സന്ദർശനത്തിലും ഇതുമായി ബന്ധപ്പെട്ടൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മല്ലികാർജ്ജുന ഖാർഗെയും സോണിയയും അതേപോലെ തന്നെ രാഹുലും നേരിട്ട് ഇടപെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തി. എന്നാൽ ആ ചർച്ചകളിലും സമവായമായില്ല എന്നുള്ളതാണ്. രാഹുലിനോട് DK ശിവകുമാർ വ്യക്തമാക്കിയത് അങ്ങനെ ഒരു തരത്തിലും ഏകാധിപത്യം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 3 വർഷക്കാലം സിദ്ധരാമയ്യയുടെ ഏകാധിപത്യമായിരുന്നു ബംഗളൂരുവിൽ അല്ലെങ്കിൽ കർണാടകയിൽ നടന്നിരുന്നത്. ഇനി അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ DK ശിവകുമാർ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ DK ശിവകുമാറിൻ്റെ നിലപാടിനോട് DK ശിവകുമാറിൻ്റെ വാക്കുകൾക്ക് AICC നേതൃത്വം എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിരിക്കും ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള വിഷയങ്ങളും അതേപോലെ തന്നെ മന്ത്രിമാരെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മന്ത്രിമാർ പലതും മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് DK ശിവകുമാർ വ്യക്തമാക്കിയത്. നിലവിലെ മന്ത്രിസഭയിൽ കൂടുതലും സിദ്ധരാമയ്യയെ അനുകൂലിക്കുന്നവരാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ഭരണം കൃത്യമായി നടത്താൻ സാധിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഇന്നിപ്പോൾ DK ശിവകുമാർ AICC നേതൃത്വത്തിന് മുന്നിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പകരം തന്നെ അനുകൂലിക്കുന്ന MLA-മാരെ മന്ത്രിസ്ഥാനത്തേക്ക് ശരി, കാര്യങ്ങൾ വ്യക്തമാണ്. കർണാടകയിൽ അങ്ങനെ മുഖ്യമന്ത്രി കസേര പോര് തുടരുകയാണ്. ഈ കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇവിടെ കേരളത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കർണാടകയിൽ ആ സൗന്ദര്യം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.